എല്ലാവർക്കും ജയകൃഷ്ണൻ ദ്വാരകൻ എൻ്റെ യൂട്യൂബ് ചാനലിലെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമുക്കെല്ലാവർക്കും അറിയാം, ദ യുണൈറ്റഡ് കിങ്ഡം എന്ന് പറയുന്നത് 4 രാജ്യങ്ങൾ അടങ്ങിയതാണ്. ഒന്നാമതായി ഇംഗ്ലണ്ട്, രണ്ടാമതായി വെയിൽസ്, മൂന്നാമതായി സ്കോട്ട്ലൻഡ്, നാലാമതായി നോർത്തേൺ അയർലൻഡ്. നമ്മൾ ഇന്ന് പോകുന്നത് വെയിൽസിലേക്കാണ്. നമ്മുടെ ചാനൽ തുടങ്ങിയിട്ടുള്ള ആദ്യത്തെ ഇൻ്റർനാഷണൽ ട്രിപ്പും രണ്ടാമത്തെ രാജ്യവുമാണ്. നമ്മളിന്ന് പോകുന്നത് നോർത്ത് വെയിൽസിലെ അതിമനോഹരമായിട്ടുള്ള ഒരു തീരപ്രദേശമായ ലാൻഡിഗ്നോ എന്ന സ്ഥലത്തേക്കാണ്. UK-യിലെ മറ്റ് സ്ഥലങ്ങളിൽ നിന്നും ധാരാളം ആൾക്കാർ ഈ സ്ഥലത്ത് അവധിക്കാലം ആഘോഷിക്കാൻ വരാറുണ്ടെങ്കിലും ഇംഗ്ലണ്ടിലെ പ്രത്യേകിച്ച് നോർത്ത് വെസ്റ്റ് റീജിയനിൽ താമസിക്കുന്നവർക്ക് എളുപ്പത്തിലെത്താൻ പറ്റുന്ന ഒരു അടിപൊളി സ്ഥലമാണ് ലാൻഡിഗ്നോ. ഞങ്ങൾ താമസിക്കുന്ന സ്ഥലത്ത് നിന്ന് റോഡ് മാർഗം ഏകദേശം 2 മണിക്കൂറോളം യാത്രയുണ്ട് ഈ പറയുന്ന ലാൻഡിഗ്നോയിലേക്ക്. നമ്മൾ ഇന്ന് ആദ്യം പോകുന്നത് ലാൻഡിഗ്നോയിലെ കേബിൾ കാറിൽ കയറാൻ വേണ്ടിയിട്ടാണ്. ഇത് ബ്രിട്ടനിലെ ഏറ്റവും നീളം കൂടിയ കേബിൾ കാർ സർവീസാണ്. ഈ കേബിൾ കാർ സർവീസ് നടത്തുന്നത് ഹാപ്പി വാലി മുതൽ ഗ്രേറ്റ് ടോം സബ്മിറ്റ് വരെയാണ്. ഇതൊരു ടു ആൻഡ് ഫ്രോ സർവീസാണ്. ഒരു വശത്തേക്കുള്ള ദൂരം ഏകദേശം 1 മൈലിന് മുകളിലാണ്, അതായത് 1.25 കിലോമീറ്ററോളം ദൂരമുണ്ട്. ഇത് മറികടക്കാൻ കുറഞ്ഞത് 9 മിനിറ്റാണ് എടുക്കുന്നത്. നിങ്ങൾ ലാൻഡിഗ്നോ എന്ന സ്ഥലത്തേക്ക് യാത്ര പോകാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ, നിങ്ങൾക്ക് ഉയരത്തിൽ കൂടെ യാത്ര ചെയ്യാൻ ബുദ്ധിമുട്ടില്ല എങ്കിൽ നിങ്ങൾ ഉറപ്പായിട്ടും ഈ റൈഡൊന്ന് പരീക്ഷിച്ചു നോക്കുക. നിങ്ങൾക്ക് ഒരിക്കലും ഒരു നഷ്ടമുണ്ടാവില്ല. അത്രയ്ക്ക് പുതുമ നിറഞ്ഞ ഒരു അനുഭവമായിരിക്കും ഈ കേബിൾ കാർ സർവീസിൽ കൂടെ യാത്ര ചെയ്യുമ്പോൾ നിങ്ങൾക്ക് കിട്ടുന്നത്. അതുപോലെ നിങ്ങൾക്ക് കേബിൾ കാറിൽ കയറാൻ ബുദ്ധിമുട്ടുള്ളവരാണെങ്കിൽ അതേ റൂട്ടിൽ തന്നെ ഗ്രേറ്റ് ടോമിൻ്റെ ട്രാംവേ ഉണ്ട്, നിങ്ങൾക്കത് യൂസ് ചെയ്യാം. അതും ഒരു അടിപൊളി അട്രാക്ഷനാണ് ലാൻഡിഗ്നോയിലുള്ളത്. നിങ്ങൾക്ക് ഈ വീഡിയോയിൽ കാണാൻ പറ്റും അതെങ്ങനെയാണ് പോകുന്നതെന്ന്. നിങ്ങൾ ഈ സ്ഥലത്തേക്ക് വരുമ്പോൾ 2 കാര്യങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക. ഒന്നാമതായി, കേബിൾ കാർ സർവീസിൽ കയറാൻ ചെല്ലുമ്പോൾ അവിടെ ക്യാഷ് മാത്രമേ സ്വീകരിക്കത്തുള്ളൂ. രണ്ടാമതായി, നിങ്ങൾ ഈ സ്ഥലത്തേക്ക് വരുമ്പോൾ ഈ സ്ഥലത്തെ കാലാവസ്ഥ ഒന്ന് നോക്കിയിട്ട് വരുന്നത് വളരെ നന്നായിരിക്കും. കാരണം പ്രതികൂലമായ കാലാവസ്ഥയാണെന്നുണ്ടെങ്കിൽ, ഉദാഹരണത്തിന് ഒരുപാട് കാറ്റൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ കേബിൾ കാർ സർവീസ് പ്രവർത്തിക്കുന്നതല്ല. പറ്റുമെങ്കിൽ നിങ്ങൾ കേബിൾ കാർ സർവീസിൻ്റെ അവിടെ നമ്പറുണ്ട്, അവിടെ വിളിച്ച് ചോദിച്ചിട്ട് വരുന്നത് വളരെ നന്നായിരിക്കും. ലാൻഡിഗ്നോയിലെ ഈ കേബിൾ കാർ സർവീസും അതുപോലെ ഗ്രേറ്റ് ടോം ട്രാംവേയും നിങ്ങൾക്ക് നല്ലതുപോലെ എൻജോയ് ചെയ്യാൻ പറ്റുന്ന മാസങ്ങൾ എന്ന് പറയുന്നത് മാർച്ച് മുതൽ ഒക്ടോബർ വരെയാണ്. കേബിൾ കാറിൽ നിന്നിറങ്ങി നമ്മളിപ്പോൾ നേരെ പോകുന്നത് ലാൻഡിഗ്നോ പിയറിലേക്കാണ്. വീഡിയോയിൽ ഈ കാണുന്ന സ്ഥലത്തു നിന്നാണ് ബോട്ട് സർവീസ് ഒക്കെ തുടങ്ങുന്നത്. ലാൻഡിഗ്നോ പിയർ എന്ന് പറയുന്നത് കടലിലേക്ക് ഇറങ്ങിക്കിടക്കുന്ന നീളമുള്ള ഒരു പാലമാണ്. ഇരുവശങ്ങളിലും നിരവധി കടകളും അതുപോലെ കുട്ടികൾക്ക് കളിക്കാൻ വേണ്ടിയിട്ടുള്ള നിരവധി റൈഡുകളും ഇവിടെയുണ്ട്. ഒരുപാട് ഗിഫ്റ്റ് ഷോപ്പുകളും ഐസ്ക്രീം കോഫി ഷോപ്പുകളും സുവനീർ ഷോപ്പുകളും ഇവിടെയുണ്ട്.
ഗ്രേറ്റ് ഹോം സബ് സ്റ്റേഷനിൽ നിങ്ങൾ എത്തുമ്പോൾ ഇവിടെ ആഹാരം കഴിക്കാൻ വേണ്ടി നല്ല ഒരു ഇംഗ്ലീഷ് റെസ്റ്റോറൻ്റ് ഉണ്ട്. അത്യാവശ്യം നല്ല ക്വാളിറ്റി ഫുഡാണ് ഇവിടെ നിന്ന് കിട്ടുന്നത്. ഇവിടെ ഫാസ്റ്റ് മൂവിംഗ് ആയിട്ട് പോകുന്നത് ഫിഷ് ആൻഡ് ചിപ്സ് ആണെന്ന് തോന്നുന്നു. ഞങ്ങളതാണ് കഴിച്ചത്. നിങ്ങൾക്ക് എൻ്റെ ലാൻഡിനോട് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക. അതുപോലെ ചാനലിലേക്ക് ആദ്യമായിട്ടാണ് വരുന്നതെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ് ചെയ്യുക. ഗൈസ്, നമ്മൾ വെയിൽസിൽ പോയപ്പോൾ എടുത്ത ജാക്കറ്റാണ്. ക്വാളിറ്റി ഒന്നും നോക്കിയില്ല. റെയിൻ ജാക്കറ്റാണ്. 22 പൗണ്ട്. ഞാൻ ഒരെണ്ണം എടുത്തു, അതുപോലെ വൈഫിനും ഒരെണ്ണം എടുത്തു. എന്തായാലും ഇവിടെ UK എപ്പോഴും റെയിൻ ഉള്ളതാണ്. അപ്പം ഇരിക്കട്ടെ, ഒരു വഴിക്ക് പോകുന്നതല്ലേ. നമ്മൾ 2 സൊവിനിയർ എടുത്തിട്ടുണ്ട്. നമ്മളൊരു സ്ഥലത്ത് പോകുമ്പം അവിടുത്തെ ഓർമ്മകൾ കീപ്പ് ചെയ്യാൻ വേണ്ടി 2 സൊവിനിയർ എടുത്തിട്ടുണ്ട് കേട്ടോ. പിന്നെ കുട്ടികൾക്ക് കുറച്ച് ടോയ്സ്. അത്രേ ഉള്ളൂ. ബൈ.